രാഹുൽ ഗാന്ധിക്കും ചിദംബരത്തിനുമുള്ള മറുപടി POKയിൽ നിന്ന് വരുന്നു എന്നാണ് കേൾക്കുന്നത്, പാക് ഒക്കുപൈഡ് കാശ്മീരിൽ നിന്ന്. എന്താണ് ആ മറുപടി? അതെ, അത്തരത്തിലുള്ള മറുപടി വരുന്നുണ്ട്. അതിൻ്റെ കാരണത്തിലേക്ക് പോവാം ആദ്യം, എന്നിട്ട് അതിലേക്ക് വരാം നമുക്ക്. അതായത് ഇത്രയും ദിവസം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ പെഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ അത് നടന്നോ, അതിൽ പലതരത്തിലുള്ള സംശയമാണ് പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു കണി ചോരയും ഇല്ലാത്ത നാണവും ഉളുപ്പുമില്ലാത്ത പക്ഷം ഉയർത്തിക്കൊണ്ട് വന്നിരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു മറുപടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിനെ ചൊല്ലിയുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നത് പാർലമെൻറ്റ് സെഷനിൽ നടക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് തന്നെയാണ് രാവിലെ തന്നെ ഓപ്പറേഷൻ മഹാദേവിനെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നത്. 3 ഭീകരരെ നമ്മൾ വധിച്ചു. അത് പെഹൽഗാം ആക്രമണത്തിന് സൂത്രധാരനായിട്ടുള്ളവരെ അടക്കമാണ് നമ്മളിത് വധിച്ചത്. അപ്പോൾ ഈ ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ടിട്ടുള്ള പെഹൽഗാമിലെ ഭീകരരിൽ ഒരാളായിട്ടുള്ള താഹിർ ഹബീബ് എന്ന് പറഞ്ഞ ഒരു ഭീകരൻ, ആ ഭീകരൻ്റെ മറഞ്ഞ മയ്യത്തിന് വേണ്ടിയുള്ള, അതായത് ശവസംസ്കാരം നടത്തുന്ന ഒരു ചടങ്ങ്, ജനാസ ഗൈബ് എന്നാണ് അവർ പറയുന്നത്, അത് നടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പാക് അധീന കാശ്മീരിൽ നടന്നു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ പങ്ക് സ്ഥിരീകരിക്കുന്നതാണ് ഈ നടപടി എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ സമയത്ത് ഈ മയ്യത്ത് നമസ്കാര ചടങ്ങിനിടെ അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നുണ്ട്. പ്രാദേശിക ലഷ്കർ കമാൻഡറായിട്ടുള്ള റിസ്വാൻ ഹനീഫ് എന്ന് പറഞ്ഞ ഭീകരൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിച്ചു അവിടെ. അപ്പോൾ ആ ലഷ്കർ അംഗങ്ങളെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് താഹിറിൻ്റെ, അതായത് കൊല്ലപ്പെട്ട ഭീകരൻ്റെ കുടുംബം വിലക്കി. ചിലപ്പോൾ അങ്ങേര് ഈ ഭീകരൻ തലതിരിഞ്ഞു പോയതായിരിക്കാം, കുടുംബത്തിന് അതിൽ ഒരുപക്ഷെ പങ്കില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കണം ഈ ലഷ്കർ കമാൻഡർ അതിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അവർ വിലക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഹനീഫ് നിർബന്ധം പിടിച്ചു. ഈ ലഷ്കർ കമാൻഡറായിട്ടുള്ള ഹനീഫ് എനിക്കിതിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധം പിടിച്ചു. ഇത് അവിടെ വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ലഷ്കർ-ഇ തൊയ്ബയുമായിട്ടുള്ള ബന്ധവും പെഹൽഗാം ആക്രമണത്തിലുള്ള പങ്കും താഹിറിനെ പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള A കാറ്റഗറി ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ശ്രീനഗറിൽ നടന്നിട്ടുള്ള ഓപ്പറേഷൻ മഹാദേവിലൂടെ മറ്റു 2 പേർക്കൊപ്പം ഈ പറയുന്ന ഭീകരനും കൊല്ലപ്പെടുന്നത്. ഇതുകൊണ്ട് തൊട്ടടുത്ത സമയത്ത് തന്നെയാണ് പാർലമെൻറ്റ് ശീതകാല സമ്മേളനമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ദിവസം തന്നെയാണ് പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നത്. അപ്പോഴാണ് കോൺഗ്രസിന് ശരിക്കുകയാണെങ്കിൽ പിരിവെട്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നത്. താഹിർ ഹബീബിൻ്റെ മരണാനന്തര ചടങ്ങിനിടെ ലഷ്കർ പ്രവർത്തകർ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയത് സംഘർഷത്തിലേക്ക് നയിക്കുന്ന അവസ്ഥയുണ്ടാക്കിയത്. അപ്പോൾ തീവ്രവാദവൽക്കരണത്തിനെതിരെ ജാഗ്രത പുലർത്തുന്നവരാണ് ആ താഴ്വരയായിട്ടുള്ള ഖായ്ഗാലയിലെ നിവാസികൾ. ഭീകരവാദ റിക്രൂട്ട്മെൻറ്റിനെ എതിർക്കുന്നതിനായിട്ട് അവിടെ ഒരു വലിയ പൊതു ബഹിഷ്കരണ പദ്ധതിക്ക് അവർ തുടക്കമിടുകയാണ്. ആ തുടക്കമിടുന്നത് തന്നെയാണ് നമ്മൾ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്കും ചിദംബരത്തിനും അടക്കം ഈ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നവർക്കുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്. ഇത്രയും നാളും പല തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ പാക് അധീന കാശ്മീരിൽ നടക്കുമ്പോഴും അതിനെതിരെ പ്രതികരിക്കാൻ ഈ ജനതയ്ക്ക് ഒരു ഉണർവുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അവർക്ക് അതൊരു ഭീതിയായിരിക്കാം. ചുറ്റിനും ഭീകരരുണ്ട്, അതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു ഭീതി കൂടി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ അന്നൊന്നും അധികം പ്രതികരിക്കാതിരുന്നത്. പക്ഷെ ഇന്ന് സമാധാനം എന്തെന്നും അവരുടെ ജീവിത നിലവാരം ഉയരുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നവർക്കെതിരെ അവർ സ്വാഭാവികമായിട്ടും ഒരു പൊതു യോഗം നടത്താൻ ഒരുങ്ങുകയാണ്. ഏതാണ്ട് ജിഗ്ര എന്നോ മറ്റുമാണ് ഈ തീവ്രവാദ റിക്രൂട്ട്മെന്റിനെതിരെ പോരാടാനുള്ള ഈ പൊതുയോഗത്തിനെ അവർ വിളിക്കുന്നത്. അപ്പോൾ ഇത് POKയിലെ മറ്റു പല ഗ്രാമങ്ങളും ഇപ്പോൾ ഈ ഒരു പരമ്പരാഗത കൗൺസിലായിട്ടുള്ള ജിഗ്ര നടത്താൻ ആലോചിക്കുന്നു എന്നാണ് പറയുന്നത്. മേഖലയിലെ തീവ്രവാദ റിക്രൂട്ട്മെന്റിനെയും മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങളെയും കൂട്ടായി നിരാകരിക്കാനും അപലപിക്കാനുമൊക്കെ ഈ പൊതുയോഗം വഴി അവർ ലക്ഷ്യമിടുന്നുണ്ട്. പതിറ്റാണ്ടുകളായിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആഘാതം പേറുന്ന ഒരു ഗ്രാമീണ ജനതയാണ് ഈ പാക് അധീന കാശ്മീരിലും ഒക്കെ ആയിട്ട് ഉള്ളത്. അപ്പൊ അവർക്ക് അവരുടെ ജീവനോപാധിയെ വരെ ബാധിക്കുന്ന കാര്യമാണ് ഈ ഭീകര പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത്രയും ഈ 370 മാറ്റിയതിനു ശേഷം
അവർ സത്യത്തിൽ വളരെ ജീവിത നിലവാരം ഉയർന്ന രീതിയിലേക്ക് വന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അവർക്ക് വീണ്ടും വിനോദസഞ്ചാരികൾ അവിടെ വരാതെയാകുമ്പോൾ അവരുടെ ജീവിത നിലവാരം സ്വാഭാവികമായിട്ടും താഴുന്ന ഒരു അവസ്ഥയുണ്ടാകും. അവർക്കിനി അതിലേക്ക് പോകാൻ വയ്യ. മാത്രമല്ല, ഈ ഭീകരരുമായി ഏറ്റുമുട്ടി അല്ലെങ്കിൽ ഭീകരരെ കൊണ്ട് നിറഞ്ഞൊരു സാഹചര്യത്തിൽ താമസിക്കാൻ അവർക്ക് വയ്യ. മനസമാധാനം എന്തെന്ന് ആ ജനത അറിഞ്ഞതാണ്. ആ അറിഞ്ഞ ജനതയ്ക്ക് ഇനി ഒരിക്കലും ഇതിനൊപ്പം നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. അവിടെയാണ് ഈ പറയുന്നത് പോലെ കോൺഗ്രസ് നേതാവ് പി ചിദംബരം ഒക്കെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യൻ ഭീകരരായിരിക്കുമെന്നുള്ള ആക്ഷേപമൊക്കെ ഉയർത്തിവിടുന്നത്. അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അവിടെ ആരാണ് ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അവരെവിടെ നിന്നാണ് വരുന്നത്, അവർക്ക് ആരൊക്കെയാണ് സപ്പോർട്ട് എന്നുള്ളത്. അവിടെ ഇരുന്ന് ജനങ്ങൾ ഒരുപക്ഷെ പറയുന്നത് ചിദംബരത്തിനും രാഹുൽ ഗാന്ധിയൊക്കെ ചീത്ത വിളിക്കുകയായിരിക്കും, ഇവനൊക്കെ എവനടാന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അത് ഏത് അവരത് കാണുന്നുണ്ടല്ലോ ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ മൂപ്പര് ചോദിച്ചത് പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കാരായിട്ടുള്ള ഭീകരർക്ക് പങ്കുണ്ടായിരിക്കാം, അക്രമികൾ പാകിസ്ഥാനിൽ നിന്നാണ് വന്നതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ കഴിഞ്ഞ ദിവസം അവിടെ നടന്നിരിക്കുന്നത്. ഈ ഭീകരൻ അവിടെ ഒരു ഭീകരന്റെ മയ്യത്ത് നിസ്കാരത്തിന് ചെല്ലുകയും ആ വീട്ടുകാർ ഈ ഭീകരൻ ഇവിടെ വരരുത് എന്നുള്ള തീരുമാനമെടുക്കുകയും ഗ്രാമവാസികൾ ഒന്നടങ്കം അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ. വീണ്ടും അവർ ജിഗ്ര എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കൗൺസിൽ, അവരുടെ ആ ഒരു കൗൺസിൽ പൊതുയോഗമൊക്കെ നടത്തുകയും തീവ്രവാദ റിക്രൂട്ട്മെന്റിനെതിരെയും തീവ്രവാദികൾക്കെതിരെയും പ്രതികരിക്കാനുള്ള ഒരു രീതിയിലേക്കൊക്കെ അവർ പോകുകയും ചെയ്യുന്ന സാഹചര്യം. ഇതൊക്കെ കണ്ണിൽ മത്ത കുത്തിയിട്ടുണ്ടോ കാണാതിരിക്കാൻ എന്നുള്ള ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. കാരണം കണ്ണിൽ മത്ത കുത്തിയിരിക്കുകയാണ്. കാരണം എന്താണ്, അധികാരം മാത്രമേ ഇപ്പൊ കണ്ണിലുള്ളൂ. അധികാരം പിടിച്ചെടുക്കുക, ബാക്കിയൊന്നും കാണാൻ പറ്റില്ല. അതെ, ഒരു അധികാരം പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ 65 വർഷം ഭരിച്ചു മുടിച്ചു പോയതാണ്. അവിടെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളത്, മനസമാധാനം എന്നുള്ളത്. ഇന്ത്യ പോലും താഴേക്കല്ലേ പോയിട്ടുള്ളത്. ആ ഇന്ത്യ ഇനി മേലോട്ട് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ, കുതിപ്പിലായിരിക്കുമ്പോൾ അവർ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനമല്ലല്ലോ നടത്തേണ്ടത്. സ്വാഭാവികമായും ഇതിനെ വെല്ലുന്ന ഈ സത്യം പറഞ്ഞാൽ നമ്മുടെ മോദിക്ക് വളരെ നാണക്കേടാണ്. എന്താണെന്നറിയോ, അദ്ദേഹത്തിന് ഒത്ത ഒരു പ്രതിപക്ഷം പോലും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, പ്രതിപക്ഷം ബെറ്റർ ആയിട്ടുള്ള പ്രതിപക്ഷം അദ്ദേഹം അർഹിക്കുന്നുണ്ട്. മാത്രമേ രാജ്യവും അർഹിക്കുന്നുള്ളൂ. കാരണം നല്ല രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടാവണം, നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവണം, ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉണ്ടാവണം. അതൊന്നും ഉണ്ടാവുന്നില്ല. ഇല്ല. അതിനും അപ്പൊ മറ്റു രാജ്യങ്ങൾ പോലും നമ്മുടെ ഒരു അവസ്ഥയെ ഗതികേടിനെ ഓർത്ത്, ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിന് കിട്ടിയ ഒരു ഗതികേടിനെ ഓർത്ത് അവര് പോലും സത്യത്തിൽ ആശ്ചര്യപ്പെടുന്നുണ്ടാവും. ഇത്രയും കുതിപ്പിലേക്ക് വരുന്ന ഒരു രാജ്യത്തിന് ഇത്രയും മോശമായ ഒരു പ്രതിപക്ഷമാണോ അവിടെ ഉള്ളത് എന്നുള്ള ഒരു ആശങ്ക, അല്ലെങ്കിൽ അവർക്ക് ചിരിച്ചു തള്ളാനായിട്ട് ഒരു കാരണം കണ്ണുകടി ഉള്ളവരാണ് ചുറ്റിനുമുള്ളത് ഇന്ത്യയുടെ കുതിപ്പിൽ. അപ്പോൾ ആ കണ്ണുകടിക്കുന്നവർക്ക് ഒരു ചിരിച്ചു തള്ളാനുള്ള, പുച്ഛിക്കാനുള്ള ഒരു കാരണം ഇവിടുത്തെ പ്രതിപക്ഷമായിട്ട് ഇന്നാ പിടിച്ചോ എന്ന് പറയുന്ന രീതിയിൽ ഇട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ഈ ക്വിന്റിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പറയുന്ന ചിദംബരമൊക്കെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വാദങ്ങൾ എന്ന് പറയുന്നത് ആര് എഴുതി കൊടുത്തതാണ് എന്നുള്ളത് മെയിൽ ചെക്ക് ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന അവസ്ഥയാണ്. കാരണം മെയിലിൽ പലതരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇതൊക്കെ അദ്ദേഹത്തിന്, അതായത് വാട്സപ്പ് ഒക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ വാട്സപ്പ് വഴിയൊക്കെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണോ എന്നറിയില്ല, പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധിക്കൊക്കെ ഇതിലും ബോധമുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. മാലേഗാവ് സ്ഫോടനം ഉണ്ടായിരുന്നല്ലോ, മാലേഗാവ് സ്ഫോടനത്തിന്റെ ആ ഒരു വിധി വന്നു, ഈ സുപ്രീം കോടതി കോടതിയുടെ വിധി വന്നായിരുന്നല്ലോ. അപ്പോൾ വിധി വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഈ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു, എന്താ ചോദിച്ചേ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് സാർ ഇതിനെപ്പറ്റി അഭിപ്രായം? കാരണം ഇവരൊക്കെ ആണല്ലോ ഈ സാഫ്രൻ ടെറർ, കാവി ഭീകരത എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ ഉണ്ടാക്കി. രാഹുൽ ഗാന്ധി പറഞ്ഞത് എനിക്ക് ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഇദ്ദേഹം മറ്റേ അതിൽ അരിശം പൂണ്ട് അതൃപ്തി പൂണ്ട് പറയുകയാണെന്ന്. അല്ല, ഒന്നും പറയാനില്ല, ഒന്നും പറയാൻ അറിഞ്ഞൂടാ, അതൊരു അവസ്ഥയാണ്. അല്ല, ഈ ഒരു സെഷൻ നടക്കുന്ന സമയത്ത് അവരുടെ ഒരു MP പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഈ ട്രംപുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പറയണം, മക്ഡൊണാൾഡ് അടച്ചുപൂട്ടണം.
മക്ഡൊണാൾഡ് ഡൊണാൾഡ് ട്രംപിന്റെ എന്ന് കരുതിയിട്ടാണ് ഈ പോഴൻ അവിടെ ഇരുന്ന് ഇത് പറയുന്നത്. അപ്പൊ പുറകിലെ പ്രിയങ്ക ഗാന്ധി ഇരിക്കാണ്. പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ ഇരിക്കാന്ന്, ഇങ്ങനെ ചിരിച്ചിട്ടെ എന്താ ഇങ്ങനെ എന്തോന്ന് ഈ പറയണ വിഡ്ഢിത്തരം പറയല്ലേ. സഭ മൊത്തം ചിരി. ഒന്ന് ആലോചിച്ച് നോക്കും, മക്ഡൊണാൾഡ് വേറൊരു കമ്പനിയാണ്, ഡൊണാൾഡ് ട്രംപിന്റെയാന്ന് കരുതിയിട്ട് പറയുകയാണ്. വളരെ അല്ല, വർഷങ്ങളായിട്ട് MP ആണ് അദ്ദേഹം. ഈ പറയുന്ന മനുഷ്യൻ വർഷങ്ങളായിട്ട് MP ആണ്. എന്ത് ബോധവും വിവരമുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നതെന്നൊന്ന് ആലോചിക്കാൻ. മരിച്ചുപോയ ആളാണ്. MM മണി പറയുന്ന പോലെ മരിച്ചുപോയ ആൾക്കാരെ പറ്റി മോശം പറയാൻ പറ്റില്ല. ഇന്നച്ചൻ ഉണ്ടല്ലോ, നമ്മൾ ഇന്നസെന്റ്, അതുപോലെ തന്നെ ഇതേപോലത്തെ ഒരു ഇതായിരുന്നു. അദ്ദേഹം പറയുന്നത് MP ആയിട്ട് പോകുമ്പോൾ ഞാൻ അവിടെ ചെന്ന് വെറുതെ ഇരുന്ന് എന്തൊക്കെ അവരെന്തോ പറയും, അവർ ഹിന്ദിയിൽ പറയും, എനിക്കൊന്നും മനസ്സിലാവില്ല, ഞാനെന്തോ പറയും അവർക്ക് മനസ്സിലാവില്ല, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള 2 തവണ എന്തോ ജയിപ്പിച്ചു വിട്ട് ഇങ്ങനെയുള്ള പോഴന്മാരെയാണ് ജയിപ്പിച്ചു വിടുന്ന MP ആയിട്ട്. അതെ. അതുപോലെ രാഹുൽ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, കാർഷിക നിയമവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? 2019 മരിച്ചുപോയ ആളാണ് അരുൺ ജെയ്റ്റ്ലി. അദ്ദേഹം 2020 നടന്നിട്ടുള്ള ഈ കാർഷിക പോരാട്ടത്തിൽ അതായത് രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്തിയെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് ആലോചിച്ച് 2019 മരിച്ചുപോയ മനുഷ്യൻ. അതായത് ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഇത് എന്താ പറയാ, ഈ എഴുതി തരുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറ്റിയുള്ള കാര്യങ്ങൾ വരെ എഴുതി കൊടുക്കുകയാണ്. അതുപോലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചോ എന്ന് പോലും നോക്കാതെ അത് പറയുന്നെങ്കിൽ എന്തുമാത്രം ഒരു മെഷീൻ പോലെ ആയിരിക്കും അദ്ദേഹം പ്രവർത്തിക്കണം. ഞാൻ ഉദ്ദേശിച്ച നല്ല രീതിയിലല്ല, മെഷീൻ പോലെ പ്രവർത്തിക്കുന്ന, റെസ്റ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, യാന്ത്രികമായിട്ട് ഒരു ബോധവും ഇല്ലാതെ. കാരണം ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ ഇത് മുന്നേ മരിച്ചുപോയി എന്ന് പറയാൻ പോലും അദ്ദേഹത്തിന് ബോധമില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ബോധമില്ലായ്മ എത്രത്തോളം, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹം പലതും ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, ഒരിക്കലും അല്ല. അദ്ദേഹം ആരുടെയൊക്കെ അച്ചാരം വാങ്ങി പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് സംശയം തോന്നുന്ന ഒരു കാര്യം തന്നെ. എന്തായാലും ഇത്രയും ബോധമില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് അച്ചാരം വാങ്ങിക്കുന്നത് മറ്റാരാണ്. അച്ചാരം വാങ്ങിക്കുന്നത് മറ്റാരാണ്. ഇദ്ദേഹത്തിന് അച്ചാരം വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇദ്ദേഹത്തിന് കുറേ താല്പര്യങ്ങളുണ്ട്, മറ്റു പുറത്ത് കുറേ വെക്കേഷന് പോകുക എന്നൊക്കെ. ഇദ്ദേഹം ആരെ തൃപ്തിപ്പെടുത്താനാണ്, ആരൊന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇദ്ദേഹം അവരുടെ മുമ്പിൽ ഒരു നല്ല കാൻഡിഡേറ്റ് ആണെന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ ഇത് അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. അതെ, അതിന് ആ രാജ്യത്തിനുണ്ടാകുന്ന നാണക്കേട് എന്ന് പറയുന്നത് ചില്ലറയുമല്ല.